നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ കാർഡുമായാണ് വീണ്ടും ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ തയ്യാറായില്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന തീരുവ ഇനിയും കൂട്ടുമെന്നാണ് മുന്നറിയിപ്പ്. വെൻസുലയുടെ എണ്ണ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ പുതിയ വെല്ലുവിളി തൊടുത്തുവിട്ടത്. ഇതിനൊപ്പം ഇന്ത്യയെ ചെറുതായൊന്ന് സന്തോഷിപ്പിക്കാനാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, തന്റെ മനസ്സ് മോദിക്ക് അറിയാമെന്ന ഒരു പതപ്പിക്കലുമുണ്ട്. മോദിയുടെ ലക്ഷ്യം എന്നൊക്കെ തള്ളിമറിച്ചു, അതായത് തന്നെ സന്തോഷിപ്പിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം എന്നാണ് ട്രംപിന്റെ തള്ളലും. എന്തായാലും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ 25% പിഴച്ചുങ്കം ഉൾപ്പെടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവയാണ് അമേരിക്ക ഈടാക്കുന്നത്. ലോകത്ത് ട്രംപ് ഏറ്റവും അധികം തീരുവ ചുമത്തിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അമേരിക്കയുമായി വ്യാപാര കരാറിലെത്താനും അതുവഴി തീരുവയിൽ ഇളവ് നേടാനും ഇന്ത്യ ശ്രമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പുതിയ വെല്ലുവിളി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധ സംവിധാനങ്ങൾക്ക് പണം നൽകുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കാൻ എന്ന പേരിൽ കൊണ്ടുവരുന്ന പുതിയ ബില്ലിനെ ട്രംപ് പച്ചക്കൊടി കാട്ടിയതോടെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ള ഇറക്കുമതി നികുതികളിൽ വൻ വർധനവിന് കളമൊരുങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ച പുതിയ ഉപരോധ ബില്ല് അനുസരിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള തീരുവ 500% വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അടുത്ത ആഴ്ച തന്നെ ഈ ബില്ലിൽ വോട്ടിംഗിന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സി ഗ്രഹാം വ്യക്തമാക്കുന്നത്. എണ്ണയ്ക്ക് പുറമെ റഷ്യയിൽ നിന്നും യുറേനിയം വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഈ തീരുവ ബാധകമായിരിക്കും. കുറഞ്ഞ നിരക്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി US ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയിൽ നിന്നും ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയാണ്. ഈ ബന്ധം ഇതിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നുമുള്ള ഇറക്കുമതി ട്രംപ് 25% പരസ്പര താരിഫും റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി 25% അധിക നികുതിയും ചുമത്തിയിരുന്നു. ഇതോടെ ചില ഉൽപ്പന്നങ്ങളുടെ ആകെ നികുതി 50%-മായി ഉയർന്നു. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ചൈനയും കടുത്ത നടപടികൾ നേരിടുകയാണ്. ഇതിനകം തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 145% നികുതി ചുമത്തി കഴിഞ്ഞു. ഇതിനു മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 125% നികുതിയാണ് ചൈനയും ചുമത്തിയിട്ടുള്ളത്. വെൻസുലൻ എണ്ണ വിപണിയെ ഇനി അമേരിക്ക നിയന്ത്രിക്കുമെന്നാണ് ട്രംപിന്റെ കാഴ്ചപ്പാട്. ലോകത്തെ ഏറ്റവും വലിയ ഊർജദാതാക്കളായി മാറുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പോലും. എന്തായാലും വെൻസുലയുടെ എണ്ണ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് കൂടുതലായി US വിറ്റഴിച്ചേക്കുമെന്ന ഒരു തീരുമാനത്തിലാണ് ട്രംപ് നിലവിലെത്തിയത്. നിലവിൽ ഷെവ്രോൺ എന്ന US കമ്പനിയുടെ കൈവശമാണ് വെൻസുലൻ എണ്ണ വിപണിയുടെ 20-25%. കൂടുതൽ US കമ്പനികൾ ഇനി വെൻസുലയിൽ എത്തുമെന്നും ഇവ ബില്യൺ കണക്കിന് ഡോളറിന്റെ നിക്ഷേപവും വെൻസുലയിൽ നടത്തുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം.